ഹലോ. അപ്പം ഇന്ന് മക്കൾക്ക് 3 ആൾക്ക് സ്കൂളുണ്ട്. അപ്പം ഇന്ന് ഫസ്റ്റ് പോണത് ഐഷു ആണ് കേട്ടോ. അപ്പോൾ ഐഷു ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓട്ടോ വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ കൈ പിടിച്ച് കൊണ്ടുപോയാക്കണോളെ, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ എടുത്ത് കൊണ്ടുപോയാക്കണം. അങ്ങനെ ഐഷുവിനെ പറഞ്ഞയച്ച് രണ്ടാമത്തെ മോളും സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് റാമിക്ക് പോകാനായിരിക്കണം. അവൻ ഇന്ന് കുറച്ച് വൈകിക്കണം കേട്ടോ. അവൻ്റെ ബസ് അങ്ങോട്ട് പോയി. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് വേഗം റെഡിയാകാണ്. അപ്പോൾ വേഗം ഓടി അവൻ ബസ് കയറി. അങ്ങനെ അവനും പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ദിവസം അടിച്ചു വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ചമ്മലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി മുറ്റടിച്ചു വരും. അതെനിക്ക് നിർബന്ധമായിട്ട് അങ്ങനെ അടിച്ചു വരണം. എന്തെങ്കിലും കാരണവശാൽ ഒഴിവായാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ദിവസം അടിച്ചു വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് മുട്ടക്കറിയും നൂൽപുട്ടും ഉണ്ടാക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ ചായയൊക്കെ കുടിച്ച് മക്കൾ 3 പേര് സ്കൂളിൽ പോയി. മുറ്റടിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം വിശന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 നൂൽപുട്ട് എടുത്ത് ഒരു മുട്ട എടുത്തിട്ട് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നിസ്കാരക്കുപ്പായം തിരുമ്പാൻ വേണ്ടി വാഷിംഗ് മെഷീനിലിട്ടു കേട്ടോ. നിസ്കാരക്കുപ്പായം നനച്ചുള്ളിൻ്റെ തിരുമ്പണമൊന്നുമല്ല, എനിക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിസ്കാരക്കുപ്പായം തിരുമ്പിയിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങേറാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളെ മമ്മു, മൈമൂത്താത്തയാണ് പേര്. ഞങ്ങൾ മമ്മു എന്നാണ് വിളിക്കൽ കേട്ടോ. അമ്മു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ അടുത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അമ്മൂന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് ചെറിയ പണികൾ എടുത്ത് തന്നിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങേറാണ് കേട്ടോ. എല്ലാം ഒറ്റയ്ക്ക് എടുക്കല്ലേ ഇറങ്ങാണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച അധികം ആൾക്കാരെ വീട്ടിലും ബീഫോ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലും വാങ്ങുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബീഫാണ് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ബീഫും നെയ്ച്ചോറും വെക്കാമെന്ന് കരുതി. അങ്ങനെ ബീഫൊക്കെ കേക്ക് റെഡിയാക്കി വെച്ചപ്പോൾ മമ്മൂൻ്റെ ഉള്ളി തൊലിക്കലൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നിസ്കാരക്കുപ്പായൊക്കെ തിരുമ്പി റെഡി ആയിരുന്നു. അപ്പോൾ അതൊന്ന് വെയിലത്തിട്ട് ഉണക്കട്ടെ എഴുതി അത് പുറത്തുണ്ട് തോരട്ടു കേട്ടോ. ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് വലിയുള്ളി അരിയാണ്. മമ്മു അപ്പോൾ തന്നെ എല്ലാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇഞ്ചിയൊക്കെ തൊലിച്ച് ഒരു പാത്രത്തിൽ ഇട്ടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഫ്രിഡ്ജിലെടുത്തൊക്കെ ഇറങ്ങാണ്ട്. അപ്പം ഞാൻ പണിയെടുക്കുന്നതിനിടയിൽ ഒരു താത്ത വന്നങ്ങാണ്ട് പറഞ്ഞു, പാത്രം കഴുകണതും പിന്നെ തുണി തിരുമ്പണതൊക്കെ ഉണ്ട്, വാങ്ങിക്കോളി 30 രൂപ ഉള്ളു പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊന്ന് വാങ്ങിയിട്ടോ, പാവം തോന്നിയിട്ട്. അപ്പം മമ്മു പറഞ്ഞു മമ്മൂനൊന്ന് വേണമെന്നാണ്. അപ്പം മമ്മൂനൊന്ന് വാങ്ങിക്കൊടുത്തിട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും തന്നെ ഭക്ഷണം ഉണ്ടാക്കാതെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ബീഫ് കറി വെച്ചു. ഒരു കുക്കറിൽ ബീഫ് കറിയും പിന്നെ മറ്റൊരു കുക്കറിൽ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ എന്തൊരു ചെറിയ നനച്ചുള്ളിപ്പണി എടുക്കണമെന്നുണ്ട്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പെട്ടെന്ന് പണികൾ കഴിക്കണം. ഉച്ചയാകുമ്പോഴത്തേന് ഫുഡൊക്കെ റെഡി ആവണ്ടേ. അപ്പം ഇന്ന് വേഗം ഞാൻ ബീഫ് ഉണ്ടാക്കി. പിന്നെ വേറൊരു കുക്കറിൽ നെയ്ച്ചോറും ഉണ്ടാക്കിട്ടോ. അത് കഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ പൂച്ചട്ടോ, പാവൊന്നും കിട്ടിയിട്ടില്ല അതിന്. എന്നിട്ടത് മീനൊക്കെ നോക്കുമ്പോൾ മീനിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ എനിക്ക് പാവം തോന്നിയപ്പം ആ കടത്തൊക്കെ കണ്ടപ്പോൾ പാവം തോന്നി. അപ്പോൾ ഞാൻ ഇന്നലത്തെ മീൻ കുറച്ചുണ്ടായിരുന്നു, പിന്നെ ബീഫിൻ്റെ കുറച്ച് വേസ്റ്റും ഉണ്ടായിരുന്നു, അത് പൂച്ചക്ക് ഇട്ട് കൊടുത്തിട്ടോ. അത് കഴിഞ്ഞ് തൈരും ഉണ്ടാക്കി വെച്ച് അതും അടച്ച് വെച്ചെങ്ങാണ്ട് ഞാൻ കിച്ചണിൻ്റെ ഒരു ചെറിയ ഷോക്കേസ് ഉണ്ട്. ചെറിയ ഷോക്കേസ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചിട്ടപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം എടുത്തെങ്ങാണ്ട് ക്ലീനാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഇന്നത്തെ നനച്ചുള്ളിപ്പണി അതാണ്. വലിയ ചളികളും പൊടികളൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ ഒക്കെ ഒന്ന് നോമ്പല്ലേ വരുന്നത്. അപ്പോൾ ഒക്കെ ഒന്ന് എടുത്ത് കേക്കൊക്കെ ഇട്ട് നോക്കുമ്പോഴാണ് ഈ പാത്രത്തിൽ നിറയെ ഉറുമ്പുക്കൾ കൂട്ടിയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ എല്ലാം എടുത്തെങ്ങാണ്ട് സിങ്ക് കൊണ്ടുപോയിങ്ങാണ്ട് എല്ലാ പാത്രങ്ങളും ഒന്ന് കേകി. പിന്നെ എപ്പോഴെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോൾ എടുക്കുന്ന ഗ്ലാസ്സുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഗ്ലാസ്സുകളൊക്കെ നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കേകി ഷോക്കേസിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങൾ കേകിയതും നല്ലപോലെ തുടച്ചെങ്ങാണ്ട് ഞാൻ ഷോക്കേസ് തന്നെ വെച്ചിട്ടോ. വിചാരിച്ച മാതിരില്ല കേട്ടോ. എടുത്തെങ്ങാണ്ട് അതേപോലെ തന്നെ വെക്കാനത് ഭയങ്കര ഒരു പണിയാണ് കേട്ടോ. ഒക്കെ കേകി തുടച്ച് വെക്കണ്ടേ. അങ്ങനെ ഒരു വിധത ഞാനെല്ലാം റെഡിയാക്കി പഴയ പോലെ തന്നെ ആക്കി വെച്ചിട്ടോ. അങ്ങനെ ഫുഡിൻ്റെ സമയമായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡും കഴിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഐഷുമോൾ വന്നിട്ടോ. അപ്പോൾ ഐഷുമോൾ ഉപ്പച്ചിൻ്റെ കൂടെ പോയി പീടിയിൽ പോയിട്ട് കുടലും പിന്നെ കടലമുട്ടായും വാങ്ങി വന്നിട്ടോ. അപ്പം അതൊക്കെ കഴിച്ച് അവൾ അങ്ങനെ ഹാപ്പിയായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബായ്.